നമസ്കാരം കൂട്ടരെ, രാജേഷ് കുമാറാണ്. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൂട്ടരെ, വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ. സെക്കൻഡ് വണ്ടികൾ എടുക്കുമ്പം, സെക്കൻഡ് സെയിൽ അല്ലെങ്കിൽ സെക്കൻഡ് കാറുകളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ മെയിനായിട്ട് ശ്രദ്ധിക്കണം, അത് ഇമ്പോർട്ടൻ്റ് വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യല്. പലരും സെക്കൻഡ് വണ്ടി എടുത്ത് പെട്ടുപോയവരുണ്ട്. അപ്പോൾ സെക്കൻഡ് കാർ വില നമുക്ക് എങ്ങനെ നിർണ്ണയിക്കാം, അതും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഇപ്പം സ്വാഭാവികം, ഒരു കാരണവശാലും ഭംഗി നോക്കി കാറായാലും മനുഷ്യനെ ആയാലും തിരഞ്ഞെടുക്കരുത്. നമ്മൾ ഇപ്പോൾ സെക്കൻഡ് വണ്ടി പോയി നോക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ വണ്ടിയെ ബോഡിയിൽ ചുറ്റി നടന്ന് കറങ്ങും, കിലോമീറ്റർ നോക്കും, ടയർ നോക്കും. ഓക്കെ, ഇത്രയാണ് മെയിനായിട്ട് ആൾക്കാർ നോക്കുന്നത്. പിന്നെ ചിലർ ബോണറ്റ് പൊക്കിയിട്ട് എൻജിൻ റൂം ചെക്ക് ചെയ്യും. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് വണ്ടിയാണോ എടുക്കാൻ ഇഷ്ടപ്പെട്ടു ആ വണ്ടി ആദ്യമായി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ചെയ്ത ശേഷം ഏത് ബ്രാൻഡിൽ പെട്ടായാലും കറക്റ്റ് സർവീസും കാര്യങ്ങളാണെങ്കിലും വണ്ടിയുടെ ബോഡി റിപ്പയർ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ സർവീസ് ഹിസ്റ്ററിയിലുണ്ടാവും ഡീലർഷിപ്പിൽ. ഓക്കെ, അപ്പോൾ ഈ ആക്സിഡൻറ്റ് കേസ്, ഈ ഡോറ് പെയിൻറ്റിങ്, ബമ്പർ മാറ്റി പെയിൻറ്റിങ്, ഗ്ലാസ് ഒക്കെ പോയി, അതൊന്നും വല്ല മേജർ ആക്സിഡൻ്റ് ഒന്നും അല്ല. അപ്പോൾ ആക്സിഡൻറ്റ് റിപ്പയർ എന്ന് പറഞ്ഞിട്ട് ഹിസ്റ്ററിയിൽ കാണുക മാത്രമേ ഉള്ളൂ. മേജർ വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആപ്രോണ്ട് കാര്യങ്ങൾ, ഫ്രണ്ട് നല്ല ഇടി, അതൊക്കെ കട്ട് ചെയ്ത് മാറുന്നതാണ് മേജർ ആക്സിഡൻറ്റ്. ഓക്കെ, അപ്പോൾ അത് നോക്കണ്ട. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അണ്ടർ ബോഡി മെയിനായിട്ട് ചെക്ക് ചെയ്തോണേ. അത് നമ്മൾ എവിടെയെങ്കിലും ലിഫ്റ്റുള്ളിടത്ത് കൊണ്ടുപോയിട്ട് അണ്ടർ ബോഡി പൊക്കിയിട്ട് നോക്കണം, തുരുമ്പ് വരും. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു വണ്ടി എടുത്തു, ഭംഗി നോക്കിയാണ് എടുത്തു. ഞാൻ അപ്പോഴും പറഞ്ഞ ഭംഗി നോക്കി വണ്ടിയൊന്നും എടുക്കരുത്, അത് കിലോമീറ്ററും കുറവായിരുന്നു. പക്ഷേ അണ്ടർ ബോർഡ് ഫുൾ തുരുമ്പ് ഹോള് വീണ് കിടക്കുന്നത്. ഈ മാറ്റൊക്കെ ഇട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കില്ല. അങ്ങനെ അത് വീണ്ടും 30,000 രൂപ മുടക്കി ഞാൻ അത് ഫുള്ള് സീറ്റെല്ലാം ഇളക്കി വെൽഡ് ചെയ്ത് പാറ്റ് വെച്ച് ചെയ്തു. അങ്ങനെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പം മെയിനായിട്ട് അണ്ടർ ബോഡി പൊക്കി നോക്കുക. ഓക്കെ, അങ്ങനെ ഇപ്പം മെയിനായിട്ട് നമ്മുടെ കാറുകൾ അണ്ടർ ബോഡി കോട്ടിംഗ് ഒക്കെ ചെയ്ത വണ്ടിക്കാണെങ്കിൽ തുരുമ്പും കാര്യങ്ങൾ വരാൻ ചാൻസ് ഇല്ല. എന്നാലും ഒന്ന് ശ്രദ്ധിച്ചോണം. പിന്നെ കിലോമീറ്റർ, ഇപ്പം നമുക്ക് വാല്യൂ, പലർക്കും പല ഇഷ്ടമാണ്. ചിലവർക്ക് നമ്പർ കണ്ട്, കളർ കണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടെടുക്കുന്ന, അതായത് 2255, 369, 100, അങ്ങനെ ഈ സിനിമാ നടന്മാരെ ഉപയോഗിക്കുന്ന വണ്ടികൾ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ പൊന്നും വില കൊടുത്ത് വാങ്ങിക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ നമുക്കൊരു സെക്കൻഡ് കാർ എങ്ങനെ വാങ്ങാം? അതുമായി കിലോമീറ്റർ നോക്കുക, ഓണർഷിപ്പ്, ഫസ്റ്റ് ഓണറാണോ, സെക്കൻഡ് ഓണറാണോ, തേർഡ് ഓണറാണോ എന്ന് നോക്കുക. ഓക്കെ, പിന്നെ 4 ടയർ, 5 സ്റ്റെപ്പിന് ടയർ കൊള്ളാമെന്ന് നോക്കുക, വണ്ടി ഓട്ടിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വണ്ടി, ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഡയറക്റ്റ് ഒരാളെ നിന്ന് വാങ്ങിക്കുന്നതും കാട്ടി ഡീലർഷിപ്പ് മുഖേന, ഇപ്പം മാരുതി ആയാലും എല്ലാവർക്കും ഈ ട്രൂ വാല്യൂ സംബന്ധിച്ച് വണ്ടികൾ അവർ സെയിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഈ സെക്കൻഡ് വണ്ടി ആയാലും അവർ ഇത്രയും വർഷം വാറണ്ടിയും തരും, 3 ഫ്രീ സർവീസും തരും. അപ്പോൾ എന്തുണ്ടെങ്കിലും നമുക്ക് ആ ഡീലർഷിപ്പിനെ സമീപിക്കാം. അപ്പോൾ പേഴ്സണലി നിങ്ങൾക്ക് ഒരാളെ കൂട്ടുകാരൻ്റെ ഒന്നോ ബന്ധുക്കളിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അവരെ സമീപിക്കാൻ പറ്റില്ല. പിന്നെ വിശ്വാസമുള്ളവരെ വണ്ടികൾ എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഓക്കെ, പിന്നെ വണ്ടിയായാലും മനുഷ്യനായാലും എപ്പോഴാണ് എന്താണ് സംഭവിക്കണമെന്ന് ആർക്കും ഒരു ഐഡിയ ഇല്ല. നമ്മൾ ഡീലർഷിപ്പ് മുഖാന്തരം പോകുന്ന അതായിരിക്കും നല്ലത്. പിന്നെ നിങ്ങൾക്ക് സെക്കൻഡ് കാർ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഒരു സുഹൃത്ത് ഈ സെക്കൻഡ് സെയിലിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ കൊടുത്തേക്കാം. സർവീസ് സംബന്ധമായോ പെയിൻറ്റ് വർക്ക് എന്ത് കാര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ അതിനുള്ള ഓപ്ഷൻ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് വണ്ടി എടുക്കാൻ പോകുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളത് ഒരു മെക്കാനിക്കിനെ അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് നോക്കും, കാര്യങ്ങളൊക്കെ ഓക്കെ, കിലോമീറ്റർ എല്ലാം ഓക്കെ, ബോഡി എല്ലാം വെക്കാം. പക്ഷേ അണ്ടർ ബോഡി തുരുമ്പ് നമ്മൾ കാണുന്നില്ല. മെയിനായിട്ട് അണ്ടർ ബോഡി നോക്കണം. ഇല്ലെങ്കിൽ വീണ്ടും നമ്മൾ 10-30,000 രൂപ വീണ്ടും വെറുതെ ക്യാഷ് മുടക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത്രയും മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പുതിയ വണ്ടി എടുക്കുന്ന സമയത്ത് പിന്നെ അണ്ടർ ബോഡി കോട്ടിങ് അടിക്കണം, മാറ്റ് അടിക്കണം, 60-70 സ്പീഡിൽ വണ്ടി ഓട്ടിക്കരുത്. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരേ പമ്പിൽ നിന്ന് തന്നെ ഇന്ധനം, പെട്രോളും ഡീസലും അടിക്കാൻ മാക്സിമം നോക്കുക. നൈട്രജൻ വീക്ക്ലി ചെക്ക് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കുക. ഇത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ
സെക്കൻഡ് വണ്ടിക്ക് വേറെ പ്രശ്നങ്ങൾ വരാൻ പാടില്ല. പിന്നെ ഇൻഷുറൻസ്, ഓണർഷിപ്പ് നോക്കിക്കോണേ. ചിലപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഓണർ മാറി മാറി വരുന്ന വണ്ടികളായിരിക്കും. പിന്നെ ഇൻഷുറൻസ് ഫുള്ളാണോ തേർഡ് പാർട്ടി ആണോ എന്നൊക്കെ നോക്കുക. ഓക്കെ, പൊല്യൂഷൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണേ. പിന്നെ സെക്കൻഡ് കാർ എടുക്കുന്നവർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് RC-യിൽ നിങ്ങൾ ആദ്യം പേര് മാറാൻ കൊടുക്കും. രണ്ടാമത് നിങ്ങൾ ഇൻഷുറൻസിൽ പേര് മാറാൻ മറന്നു. RC ബുക്കിൽ പേര് മാറി വന്ന ഉടനെ ഇൻഷുറൻസിൻ്റെ ഏത് കമ്പനിയാണോ അവിടെ കൊണ്ടുപോയിട്ട് ഒരു പ്രോസസ്സിങ് ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പേരിലോട്ട് എൻഡോഴ്സ്മെൻറ്റ് ചെയ്തു തരും. എന്ന് വെച്ചാൽ പലർക്കും പല അബദ്ധം പറ്റിയിട്ടുണ്ട്. കാറെടുത്ത് RC ബുക്കിൽ മാറി വന്നു, ഇൻഷുറൻസ് മാറിയില്ല. അങ്ങനെ സമയത്ത് വണ്ടി തട്ടുന്ന സമയത്ത് നമുക്ക് ക്ലെയിം കിട്ടില്ല. RC-യിലും ഇൻഷുറൻസിലും ഒരാളെ പേരായി മാത്രമേ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിമും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. വണ്ടിയുടെ സർവീസ് പരമായിട്ടോ പെയിൻറ്റിങ് വർക്ക് നിങ്ങൾക്ക് ചെയ്യണോ, അങ്ങനെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇന്ന് അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ട് പെയിൻറ്റ് ചെയ്യണോ, ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണോ, എല്ലാത്തിനും ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് 24 hours എൻ്റെ മൊബൈൽ ആക്റ്റീവായിരിക്കും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.